എല്ലാരും പയ്യെ മറന്നു തുടങ്ങിയ ഇഡലിത്തട്ട് ഞാൻ പയ്യെ പൊക്കി പിടിച്ചോണ്ട് വന്ന് ഇപ്പോഴാട്ടോ. അപ്പോൾ വെച്ച സാധനങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി അത് അവിടെ ഇരുന്ന് ആവി കയറട്ടെ. നമുക്ക് ആവി കയറി വന്ന സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇടുന്ന സാധനങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീഡിയോ കണ്ട് നിങ്ങളും മടുത്ത് കാണുമല്ലോ. പക്ഷെ ഇത്രയും ചെറിയ സാധനമായിരിക്കും ഞാൻ എന്തിനാണോ അപ്പോൾ അത്രയും വലുതെടുത്തത്. ഞാൻ പിന്നെ ജാറൊക്കെ മാറ്റി വേറെ എണ്ണത്തിലാണ് അരച്ചെടുത്തത്. പിന്നെ നമ്മളൊരു ബൗളിലെടുത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസും ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടും നമ്മുടെ സോസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ ഞാനിവിടെ ചെറിയൊരു ആൾമാറാട്ടം നടത്തി ബ്രെഡിൻ്റെ ചേട്ടനായ ബണ്ണിനെ എടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ബട്ടറിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്തത്. ബ്രെഡ് ഇല്ലായിരുന്നൊരു അപ്പം നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ. എന്നിട്ട് സാധനമെല്ലാം ഫില്ല് ചെയ്ത് ഇതേപോലെ ആക്കി. സത്യം പറയട്ടെ, ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തത് ട്രൈ ചെയ്ത് നോക്കട്ടോ.